വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് പന്തക്കോസ്ത തിരുനാൾ ദിവസമാണ്. എല്ലാവർക്കും പന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എല്ലാവരിലും വന്നു നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പന്തക്കോസ്ത ദിനമായ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളാണ്. പന്തക്കോസ്ത ദിനത്തിൽ തിരുസഭ നമ്മുടെ മുമ്പിലേക്ക് നൽകിയ വചനമാണിത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇന്നലെ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞ് ഞാനൊരു വചന പ്രഘോഷണം നടത്തിയിട്ടുണ്ട്. 30 മിനിറ്റിൽ കൂടുതലുള്ളതാണ് 2 ഭാഗങ്ങളും. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് പന്തക്കോസ്ത എന്താണ്, 50-ാം പെരുന്നാളാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ജോയേൽ പ്രവാചകനിലൂടെ പറയും, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്ന ആ വചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ നല്ല ഒരു വിശദീകരണം പണ്ഡിതന്മാരായ ദൈവശാസ്ത്രജ്ഞന്മാരായ ആളുകളുടെ ബുക്കുകളിലൂടെ കടന്നുപോയിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ആംബ്രോസിൻ്റെ 6 പുസ്തകങ്ങളുണ്ട്, ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ പുസ്തകങ്ങളിലാണ് കൂടുതലായിട്ട് യോഹന്നാന്റെ സുവിശേഷവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്. ഈ 6 പുസ്തകങ്ങളും ഞാൻ MDH പഠിക്കുന്ന കാലഘട്ടത്തിൽ വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അന്ന് പരീക്ഷയ്ക്ക് വളരെ ബുദ്ധിമുട്ടി പരീക്ഷ എഴുതുന്ന നിമിഷം അന്ന് ഞാൻ ഓർക്കുകയാണ്, MDH പഠിക്കുന്ന അവസരത്തിൽ ലെഗ്രാൻഡ് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് 40 മണിക്കൂർ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ദ ഹോളി സ്പിരിറ്റ്. ലൂക്കാസ് സുവിശേഷകൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പുസ്തകത്തെ സുവിശേഷമെന്നും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ, നടപടി പുസ്തകം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ. ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നടപടി പുസ്തകത്തിൽ 41 പ്രാവശ്യമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. ദ മിഷൻ എന്ന് പറയുന്ന ലെഗ്രാൻഡ് അച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഉദ്ധിതനായ യേശു മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. പീഡകളേറ്റു മരിച്ച യേശുവിനെ കല്ലറയിൽ അടക്കി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മഗ്ദലന മറിയത്തിനും മറ്റേ മറിയത്തിനും പ്രത്യക്ഷപ്പെട്ടു. ഇത് ശിഷ്യന്മാരോട് പോയി പറഞ്ഞു. ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ വാതിൽ അടച്ചിരിക്കെ എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. 20-ാം അധ്യായത്തിൽ 19-ാം വാതിൽ അടച്ചിരിക്കെ, അവരുടെ ഹൃദയത്തിൽ ഭയം നിറഞ്ഞിരിക്കെ
10 പേര് അവിടെയുണ്ട്. കാരണം തോമാസ് ലീഹ അവിടെ ഇല്ല. 10 പേരും ആ സെഹിയോൻ മാളികയില്, ആ ഭവനത്തില് അവിടെ ആയിരിക്കുന്ന അവസരത്തിലാണ് ഈശോ അടച്ചിട്ട വാതിലിന്റെ ഉള്ളില് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ വചനം കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഭയത്തിന്റെ നിഴലിൽ കഴിയുന്നുണ്ടോ, അവരുടെയൊക്കെ അരികിലേക്ക് യേശു കടന്നു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. വാതിൽ മാത്രമല്ല അവിടെ അടച്ചിട്ടിരിക്കുന്നത്, ആ 10 ശിഷ്യന്മാരുടെ ഹൃദയവും അടച്ചിട്ടിരിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ ഉള്ളിൽ പ്രവേശിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുകയാണ്. ഭയം നിമിത്തം, യഹൂദരോടുള്ള ഭയം നിമിത്തം വാതിൽ അടച്ചിട്ടിരിക്കെ യേശു ആ ഭവനത്തിന്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിലാണെങ്കിൽ ആ ഭയത്തിൽ നിന്നെല്ലാം നിങ്ങളെ വിമോചിപ്പിക്കുന്ന കർത്താവിന്റെ അരികിലേക്കാണ് ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നും മുഖം നോക്കാതെ യേശു അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ് ഈശോ ഈ അവസരത്തില്. അടച്ചിട്ടിരിക്കുന്ന വാതിലില് അവിടെ യേശു പ്രദാനം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് സമാധാനം. 2 പ്രാവശ്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. ഇതിനുശേഷം ഈശോ സെഹിയോൻ മാളികയുടെ വാതിൽ അടച്ച് പേടിച്ചിരിക്കുന്ന ആ ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ടാണ് പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങളില് 1-ാം അധ്യായത്തിൽ 9-ാം വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ആ ആത്മാവിന് വേണ്ടി കാത്തിരുന്നു. യേശുവിന്റെ ഉയർപ്പിന് ശേഷം 50 ദിവസം, ഈ 50 ദിവസത്തെയാണ് പന്തക്കോസ്ത എന്ന് പറയുന്നത്. ഞാൻ എന്റെ മറ്റു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ പറഞ്ഞു, എന്താണ് ഈ 50-ാം പെരുന്നാള്? പെസഹ കഴിഞ്ഞ് ഇസ്രായേൽ ജനത ആഘോഷിക്കുന്ന 50-ാം തിരുനാളാണ്, 50-ാമത്തെ ദിവസം നടത്തുന്ന തിരുനാളാണ് പെന്തക്കോസ്ത. പെന്തക്കോസ്ത കഴിഞ്ഞിട്ട് 2-ാമത്തെ ദിവസം നടത്തുന്ന തിരുനാളാണ് വിളവെടുപ്പിന്റെ തിരുനാള്. ലേവ്യരുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് യഹോവ മോശയോട് പറയുകയാണ്, നിങ്ങൾ കാനാൻ ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ കൃഷി ചെയ്ത്, ഗോതമ്പ് കൃഷി ചെയ്ത്, ചോളം കൃഷി ചെയ്ത്, അതിൻ്റെ ഒരു കറ്റ, കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കറ്റ എടുത്തുകൊണ്ടുവന്ന് പുരോഹിതന് കൊടുക്കും. അങ്ങനെ പുരോഹിതന് കൊടുക്കുവാനുള്ള പുരോഹിതൻ എന്തു ചെയ്യും? പുരോഹിതൻ ചെയ്യുന്നത് ഈ ജനത്തിൽ നിന്നും സ്വീകരിച്ച ഈ കറ്റകള് യഹോവയുടെ മുമ്പിലേക്ക് ഉയർത്തിയിട്ട് ദൈവത്തെ സ്തുതിക്കും, നന്ദി പറയും. അങ്ങനെ ഇസ്രായേൽ ജനത, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ജനത മുഴുവനും അവിടെ കുടിലുകൾ കെട്ടിയാണ് വസിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിനെ കൂടാര തിരുനാൾ എന്നും പറയും. പെസഹ കഴിഞ്ഞിട്ടുള്ള 50-ാമത്തെ ദിവസം ഇസ്രായേൽ ജനത മുഴുവനും അവിടെ താമസിക്കുന്ന അവസരത്തില് വലിയൊരു ആരവം കേട്ടു. ഈ ആരവം കേട്ടുകൊണ്ട് അവര് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് ആ വീട് മുഴുവനും കത്തി നിൽക്കുന്ന ഒരു അനുഭവം. 11 ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും തീനാളങ്ങള്, ദീപങ്ങള് അഗ്നിയുടെ രൂപത്തിൽ നിൽക്കുന്നതായിട്ട് അവർ കാണുകയാണ്. ഇത് വാഗ്ദാനം ചെയ്തത് യേശുവാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ടാണ് യേശു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രിയമുള്ളവരെ, ആത്മാവിനെ പ്രത്യേകമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ആംബ്രോസ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആത്മാവിനെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വേഗത്തിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷം 1:33 കാണുകയാണ്. യോഹന്നാൻ യോർദാൻ നദിയില് മാമോദീസ നൽകുകയാണ്.
ആ അവസരത്തിൽ യേശു വന്ന യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നു എന്ന് മറ്റു സുവിശേഷകര് പറയുന്നു. ഇവിടെ യോഹന്നാൻ സുവിശേഷകൻ പറയുകയാണ്, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നു നീ കാണുന്നുവോ അവനാണ് ആത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്, പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സ്നാപക യോഹന്നാൻ ഉദ്ഘോഷിക്കുകയും. ആത്മാവ് കൊണ്ട് സ്നാനം നൽകുക. എന്താണ് ആത്മാവ് കൊണ്ട് സ്നാനം? പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പല അടയാളങ്ങളുണ്ട്. കാറ്റ്, തീയ്, പ്രാവ്, വെള്ളം, എണ്ണ, മുദ്ര, ഇങ്ങനെ 6 തരത്തിലുള്ള അടയാളങ്ങൾ, സയൻസ് അടയാളങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ആത്മാവ് കൊണ്ടുള്ള സ്നാനം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആത്മാവ് കൊണ്ടുള്ള സ്നാനം വെള്ളത്തെ സൂചിപ്പിക്കുകയാണ്. ഈ വെള്ളം കൊണ്ട് സ്നാനം സ്വീകരിക്കുന്നവർ, ഈ വചനം കേൾക്കുന്ന നല്ല ശതമാനം ആളുകളും ഏതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് മാമുദീസ സ്വീകരിച്ചിട്ടുള്ളതാണ്. കത്തോലിക്ക സഭയിൽ നമുക്കറിയാം, സഭയില് 23 സുജൂറിസ് ചർച്ചസ് ഉണ്ട്, സ്വതന്ത്ര സഭകളാണ്. ഈ 23 സഭയും മറ്റൊന്നാണ് ഏറ്റവും വലിയ സഭ, ലാറ്റിൻ സഭ. അപ്പൊ മൊത്തം 24 സഭ. ഈ 24 സഭയും കർമ്മങ്ങൾ നടത്തുന്നതിൽ കുറെയൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ എല്ലാവരും ചെയ്യുന്നത് ആത്മാവ് കൊണ്ട് സ്നാനം ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവ് കൊണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. അതുപോലെ തന്നെ ആനവാതുക്കൽ നിന്നുകൊണ്ട് നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മുദ്ര ചെയ്യുന്നു. എണ്ണയാണ് ഉപയോഗിക്കുന്നത്, നർദൈൻ തൈലമാണ് ഉപയോഗിക്കുന്നത്, ഒലിവെണ്ണയാണ്, മൂറോനാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ പെർമനന്റ് മാർക്ക്. അപ്പൊ ആത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ യേശുവാണ് എന്നാണ് സ്നാപക യോഹന്നാൻ പറയുന്ന 1-ാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച്. 2, യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നത് വെള്ളമാണെന്ന് പറഞ്ഞു. കാനായിലെ കല്യാണ വിരുന്ന്, അവിടെ വീഞ്ഞു തീർന്നുപോയി. ഈ അവസരത്തില് യേശു പറയുകയാണ്, നിങ്ങൾ ഈ കൽഭരണികളില് വെള്ളം നിറയ്ക്കുവിൻ. അവിടെയുള്ള 6 കൽഭരണികളില് യേശു പറഞ്ഞതനുസരിച്ച് വെള്ളമൊഴിച്ചു പകർന്നു കൊടുക്കുക. ഈ പരിശുദ്ധാത്മാവിന്റെ 6 കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കുന്നതാണ്. എണ്ണ പകർന്നു കൊടുക്കുന്നതാണ്, വെള്ളം പകർന്നു കൊടുക്കുന്നതാണ്, കാറ്റ് പകർന്നു നൽകുന്നതാണ്. 3-ാമത്തേത് യേശു നിക്കോദേമോസും തമ്മിലുള്ള സംഭവമാണ്. ഒരു രാത്രിയില് നിക്കോദേമോസ് യേശുവിന്റെ അരികിലേക്ക് കടന്നു വരികയാ. നീ ദൈവത്തിൽ നിന്നുള്ളവനാണ്, ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ ഇക്കാര്യം ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ യേശു അവനോട് പറയുക, നീ വീണ്ടും ജനിക്കണം. അപ്പോൾ അവന്റെ ഒരു സംശയം, എങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ 2-ാമതും കയറും? അവിടെയാണ് പറയുന്നത്, നീ കാറ്റിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് പോകും. ആത്മാവ് ഇഷ്ടമുള്ള വ്യക്തികളിലേക്ക് കടന്നു വരികയാണ്, പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുകയാണ്. ഈ പന്തക്കോസ്ത ദിനത്തില് അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും മൊത്തം 120 ആളുകളുടെ ഇടയിലേക്ക് ആ ആത്മാവ് കടന്നു വരികയാണ്. ആത്മാവ് ശക്തിപ്പെടുത്തുകയാണ്. ആത്മാവ് ഒരു പേഴ്സണാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവമാണ്. ആ ആത്മാവ് കടന്നു വരികയാണ്. ആത്മാവിന്റെ വരങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്. നീ എങ്ങനെയാണോ ഒരുങ്ങുന്നത്, നീ എത്രമാത്രം വിശ്വാസത്തോടെയാണോ ആത്മാവിനെ സമീപിക്കുന്നത്, അത്രയും പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്നിലേക്ക് വരുന്നു എന്നാണ് നിക്കോദേമോസിനോട് പറയുന്നത്. ഈശോയുടെ രഹസ്യ ശിഷ്യനായിരുന്നു. രഹസ്യ ശിഷ്യനാണ് യേശുവിന്റെ മൃതസംസ്കാരം നടത്തുവാനായിട്ട് കടന്നു വന്നത്. യേശുവിന്റെ മൃതശരീരം സ്വീകരിച്ചത് നിക്കോദേമോസാണ്, കല്ലറയിൽ സംസ്കരിച്ചതും നിക്കോദേമോസാണ്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, നീ അതിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നു എന്ന് നിക്കോദേമോസിനോട് പറയാം. വ്യക്തി സംഭാഷണമാണത്. ഈശോയും നിക്കോദേമോസും മാത്രമുള്ളപ്പോഴുള്ള സംഭാഷണമാണ്. 4, യേശു സമറിയക്കാരിയും തമ്മിലുള്ള സംഭാഷണത്തിൽ യേശു വെള്ളം ചോദിക്കുന്നതാ. യേശു നടന്ന് ക്ഷീണിച്ച് യാക്കോബിന്റെ കിണറ്റിന്റെ കരയിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കോരാനായിട്ട് യഹൂദയല്ലാത്ത വിജാതിയായ ഒരു സമറിയക്കാരി കടന്നു വരികയാണ്.
യഹൂദരും തമ്മിലുള്ള ഒരു ബന്ധവുമില്ല സമറിയക്കാർക്ക്. സാധാരണ സമറിയയിലൂടെ ഒരു യഹൂദനും കടന്നു പോകില്ല. ഒരു വിജനമായ പ്രദേശമാണ്, അവിടെ പോകാൻ പാടില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഒരിടത്തും പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് യേശു കടന്നു ചെല്ലുകയാ. അവളോട് ചോദിക്കുക, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക. നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നുവോ? ഈശോ പറയുക, എനിക്ക് കുടിക്കാൻ തരിക. യാക്കോബിന്റെ കിണറ് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിന്റെ പ്രതീകമാണ് യാക്കോബിന്റെ കിണറ്. പുതിയ നിയമത്തിന്റെ പ്രതീകമാണ് യേശു. ഈ പഴയ നിയമത്തിന്റെ പ്രതീകത്തിലേക്ക് യേശു വന്ന് ഈ യാക്കോബിന്റെ കിണറിലേക്ക് ഇരുന്നു. കിണറിന്റെ ആ വക്കത്തിരുന്നു, ചുട്ടുപൊള്ളുന്ന വെയിലില്. എന്നിട്ടാണ് യേശു ചോദിക്കുന്നത്. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് യേശു ആത്മാവിനെ അവതരിപ്പിക്കുകയാണ്. എനിക്ക് കുടിക്കാൻ തരിക. ജീവജലത്തിന്റെ അരുവിയാണ് അവൾക്ക് യേശു കൊടുക്കുന്നത്. ആ അവസരത്തിൽ നിന്നോട് ഞാൻ ചോദിക്കുന്ന ഈ വ്യക്തി, ഈ വെള്ളം ചോദിക്കുന്ന വ്യക്തി ആരെന്ന് നീ അറിഞ്ഞാല് നീ അവന് വെള്ളം കൊടുക്കും. പക്ഷെ യേശു അവൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്, ആത്മാവിന്റെ നിറവ് കൊടുക്കുകയാണ്. അവളുടെ ജീവിതത്തിലേക്ക് യേശു തൊടുകയാണ്. യേശു തൊട്ടപ്പോൾ അവള് ആത്മാവിനെ സ്വീകരിക്കുക. ആത്മാവിനെ സ്വീകരിച്ച ആ അനുഭവമായി ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ യേശുവിനെ അറിഞ്ഞു. ഗ്രാമത്തിൽ നിന്നും ആളുകൾ വരികയാണ്, അവരെല്ലാവരും യേശുവിനെ സ്വീകരിക്കുക. ഒരു പക്ഷേ ഞാൻ ഈ കളറുള്ള ഡ്രസ് ഇട്ടിരിക്കുന്നത് ചോദിക്കുമായിരിക്കും നിങ്ങൾ പലരും. ഇന്ത്യയുടെ അങ്ങേയറ്റത്തെ നോർത്ത് ഈസ്റ്റില് ഒരു സംസ്ഥാനമുണ്ട്. അവിടെ പല ഗോത്രവർഗങ്ങളുണ്ട്, ട്രൈബുകളുണ്ട്. ഇത് നിഷി ട്രൈബിന്റെ ഒരു ഓവർകോട്ടാണ്. എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നതാണ്. 1976 2-3 യുവജനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഒരു യുവാവിലൂടെ, പിന്നീട് 2 യുവാവിലൂടെ, പിന്നീട് 3 യുവാവിലൂടെ അവിടെ യേശുവിന്റെ വചനം കൊടുക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും മാമോദിസ സ്വീകരിക്കുകയും ചെയ്ത ആദ്യ ട്രൈബാണ് നിഷി ട്രൈബ്. അവര് ഹിന്ദുക്കളല്ല, അവര് മുസ്ലിങ്ങളല്ല. ഞാൻ അവിടെ പോവുകയും കുറെ ദിവസം അവരോടൊത്ത് വസിക്കുകയും ചെയ്തതാ. 1976 ശേഷം 2 രൂപതകൾ അവിടെയുണ്ട്. ഒന്ന് മിയാവ് രൂപത, മറ്റൊന്ന് ഇറ്റാനഗർ രൂപത. ഈ ഇറ്റാനഗർ രൂപതയുടെ പല ഭാഗങ്ങളിലും ചൈനയുടെ അതിർത്തി വരെയും പോയി യേശുവിന്റെ വചനം അവിടെ എത്തിച്ചേർന്നു. ഇന്ത്യയുടെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. നിങ്ങൾ യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും ഇന്ത്യയുടെ അതിർത്തികൾ വരെയും വചനം പങ്കുവച്ചത് യുവജനങ്ങളാണ്. അവരാണ് മാമോദിസ സ്വീകരിച്ചത്. പിന്നീട് വൈദികരൊക്കെ അവിടെ കടന്നു ചെല്ലുവാനിടയായി. ആശാരിയുടെ രൂപത്തിലും വിറക് വെട്ടുകാരന്റെ രൂപത്തിലും ജോലി ചെയ്യുന്ന മനുഷ്യന്റെ രൂപത്തിലും ഒക്കെ കടന്നു ചെന്ന് യേശുവിനെ കൊടുത്തു, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അങ്ങനെ ഇന്ന് 100,000-ലധികം കത്തോലിക്കരുള്ള ഒരു രൂപതയാണ് ഇറ്റാനഗർ എന്ന് പറയുന്നത്. അവരാരും ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങളല്ല. ധോനി പോളോ, ചന്ദ്രനെയും സൂര്യനെയും ആരാധിക്കുന്നവരാ. പറയപ്പെടുന്നത് നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് ഇസ്രായേൽ ജനത അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ് ഈ താമസിക്കുന്നവരെന്ന് ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഇവിടെ നിന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇസ്രായേൽ ജനതയാണോ എന്ന് മനസ്സിലാക്കി കുറേയധികം കുടുംബങ്ങളെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ഇവിടെ വിജാതിയായ സ്ത്രീ, ഈ വിജാതിയരിലൂടെയാണ് ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലുന്നത്. വിജാതിയരായ ആളുകളാണ് ഇന്ന് യേശുവിനെ പ്രഘോഷിക്കുന്നത്. വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ യേശുവിനെ അറിയുകയാണ്. നമ്മളൊക്കെ യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരാണ്, ആത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. 5 കൂടാര തിരുനാളിലാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പിന്നീട് കാണുന്നത്. 7-ാം അധ്യായം 37-39 വചനങ്ങൾ. തിരുനാൾ ദിവസം യേശു ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലത്തിന്റെ അരുവികൾ അവനിലേക്ക് ഒഴുകും. ജീവജലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജീവജലം തരുന്നത് ആത്മാവാണ്. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ കൂടാര തിരുനാള് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു. ഇസ്രായേൽ ജനത കാനാൻ നാട്ടില് എത്തിച്ചേർന്നപ്പോൾ, കൃഷി ചെയ്തപ്പോൾ അവരുടെ വിളവിന്റെ ആദ്യത്തെ കറ്റയെടുത്ത് പുരോഹിതന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. അവര് സമാഗമ കൂടാരത്തിന്റെ മുമ്പില് ആ പുരോഹിതൻ ഉയർത്തി ദൈവത്തിന് നന്ദി പറയും. ഇവിടെ കൂടാര തിരുനാളില് യേശു വന്നിട്ട് പറയുകയാണ്,
ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ജീവജലത്തിന്റെ അരുവികള്, പരിശുദ്ധാത്മാവിന്റെ അരുവികള് നിങ്ങളിൽ നിറഞ്ഞൊഴുകും. ദൈവമേ, ഈ വചനം കേൾക്കുന്ന മക്കളിലേക്ക് ജീവജലത്തിന്റെ അരുവി കടന്നു ചെന്നുകൊണ്ട് ഇവരെ വിശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്നതായി എൻ്റെ മനസ്സിൽ തോന്നുന്നതിന് നന്ദി പറയുന്നു. ആത്മാവായ ദൈവമേ, റൂഹായിശായേ, പരിശുദ്ധാത്മാവേ, ന്യൂമയെ, നീ വരണമേ, കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് ആരെയൊക്കെ സ്പർശിക്കുന്നതായി ഈ വീട്ടിൽ ഇരുന്നു കൊണ്ട് വചനം കേൾക്കുന്ന രോഗികളായ മക്കളിലേക്ക് ആത്മാവ് കടന്നു വരുന്നതായി എൻ്റെ മനസ്സിൽ കാണുന്നു, എൻ്റെ മനസ്സിൽ വരുന്നു. വീട്ടിലിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചെലമൊലിച്ച കാലിലൂടെ ചെലമൊലിക്കുന്ന വ്യക്തിയെ ഈ വചനം കേൾക്കുമ്പോൾ സുഖപ്പെടുത്തുന്നതായിട്ട് മനസ്സിൽ തോന്നുന്നു. സാധിക്കുമെങ്കിൽ ഈ പ്രസംഗത്തിന്റെ അവസാനം എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. സൗഖ്യപ്പെടുന്ന വ്യക്തികൾക്ക് അറിയിക്കാവുന്നതാണ്. സന്തോഷപൂർവ്വം ദൈവത്തിന്റെ അനുഗ്രഹം മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. 6, യോഹന്നാന്റെ സുവിശേഷത്തില് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത് 14-ാം അധ്യായത്തില് 15-16 ഈശോ പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ, പാരക്ലേറ്റയെ, അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. നിങ്ങളോടൊത്ത് വസിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ ഒരു ആത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം. അവിടെ യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്ന പാരക്ലേറ്റ, സഹായകൻ, ദ ഹോളി സ്പിരിറ്റ് എന്നല്ല, സഹായകൻ, പാരക്ലേറ്റ. ഈ സഹായകൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ വരികയും സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും, ആ ആത്മാവിനെയാണ് നമ്മൾ ഓരോ കൂദാശയിലൂടെ സ്വീകരിക്കുന്നത്. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുർബാനയിലൂടെ, വിവാഹത്തിലൂടെ, രോഗിലേപനത്തിലൂടെ, തിരുപ്പട്ടത്തിലൂടെ. തിരുപ്പട്ടം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയാണ്, മുഴുവനുമായിട്ടുള്ള പൂർണ്ണത ഒരു പരിശുദ്ധ പിതാവ് മെത്രാനച്ഛനാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് മെത്രാനച്ഛന്റെ വചനങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ സ്വീകരിക്കാൻ, നമുക്ക് യേശു വാഗ്ദാനം ചെയ്ത ആത്മാവിനെ സ്വീകരിക്കാൻ അവസാനം 20 യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് അടഞ്ഞുകിടന്ന വാതിലിന്റെ ഉള്ളിൽ വെച്ചാണ് അന്ന് പറഞ്ഞതെങ്കിൽ ഇവിടെ 14-ാം അധ്യായത്തില് യേശു എല്ലാവരോടും തിരുനാളില്, നമുക്കറിയാം യേശുവിനെ കല്ലെറിയാൻ അവരാഗ്രഹിക്കുന്ന നിമിഷമായിരുന്നു. യേശു തനിയെ അവിടെ പോയി ജെറൂസലേം ദേവാലയത്തിൽ ചെന്ന് നിന്നിട്ടാണ് യേശു പറയുന്ന, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ. 7, പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം, ഡ്യൂട്ടി എന്താണെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് പറയുകയാണ്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, വ്യക്തിയാണ് എന്ന് കാണിക്കുന്ന ഒരു വചനമാണ്. അവൻ പാപത്തെക്കുറിച്ചും, അവൻ ഹി ദ ഹോളി സ്പിരിറ്റ്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ പാപം ചെയ്ത് നമ്മൾ ഒരു പക്ഷേ ഈ പാപം എന്ന് പറയുന്നത് മറന്നുപോയ പാപമുണ്ടാകും, മറച്ചു വെച്ച പാപമുണ്ടാകും. മറന്നുപോകുന്നത് കാലപ്പഴക്കം കൊണ്ട് നമ്മൾ മറന്നു പോകും. അങ്ങനെ മറന്നുപോകുന്ന പാപങ്ങൾക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുമെന്നാണ് ഈശോ തന്നെ പറയുന്നത്. ഞാൻ ഓർക്കുന്നത്, ഒരു വ്യക്തി മക്കളൊന്നുമില്ല, ആ വ്യക്തി ഭാര്യയും ഭർത്താവും കൂടിയാണ് വന്നിരിക്കുന്നത്. ആ വരുന്ന അവസരത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആ യുവാവിനോട് ചോദിച്ചു, ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്റെ എല്ലുകൾ പൊട്ടിയിട്ടില്ലേ? ഉണ്ടച്ചു. അതെങ്ങനെ സംഭവിച്ചതാണ്? അദ്ദേഹം കൊട്ടേഷൻ സംഘത്തിലെ പെട്ട ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം. അത് പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല. ഒരു കൊലപാതകത്തിന് പോകുമ്പോൾ അവന്റെ മനസ്സിൽ കിടന്ന ആ പാപം ചെയ്യാൻ സാധിച്ചില്ല അവനെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനുവേണ്ടി പോകുമ്പോൾ അവന് അപകടമുണ്ടായി. ആ പാപം ഏറ്റുപറഞ്ഞുകൂടി കുമ്പസാരിക്കാൻ നിന്റെ കാര്യങ്ങൾ നടക്കാൻ. രണ്ടാമത് മറന്നുപോയ പാപങ്ങള്, ഇത് മറന്നുപോയ മറച്ചു വെച്ച പാപങ്ങള്.
ഞാൻ ഈ പാപം വെളിപ്പെടുത്തിയാൽ അച്ഛൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക, മറന്നുപോയ പാപങ്ങളും മറച്ച വച്ച പാപങ്ങളും അനുദപിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ 14 വർഷത്തോളം ധ്യാന കേന്ദ്രത്തിൽ കഴിയുമ്പോൾ, അവിടെ ഏകനായിട്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, രോഗികളായിട്ടുള്ള മനുഷ്യര്, തകർന്നടിഞ്ഞ മനുഷ്യര്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവര് അവിടെ വരുമ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കുമ്പസാരം കഴിഞ്ഞിട്ടുള്ള ദിവസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥനയുണ്ട്. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിഷേക പ്രാർത്ഥനയാണ്. ഈ അഭിഷേക പ്രാർത്ഥനയിൽ ഈ മക്കളൊക്കെ സൗഖ്യപ്പെടുന്നത് 100 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. മൂന്നാമത് പറയുക ന്യായവിധി. യബദ്ധാധ്യാത്മികതയിൽ പറയുന്നുണ്ട്, അവൻ ചതഞ്ഞ ഞാങ്കണ ഒടിക്കുകയില്ല, കെടാറായ തിരികെടുത്തുകയില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 40-ാം അധ്യായത്തില് 1-2 വചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ സമ്മറിയാണത്. അവിടെ നിന്ന് ചതഞ്ഞ ഞാങ്കണ ഒടിക്കുകയില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ചവൻ, അവൻ ചതഞ്ഞ ഞാങ്കണ ഓടിക്കുകയില്ല, കെടാറായ തിരികെടുത്തുകയില്ല. ജീവൻ അവനിലുണ്ട്. അവനിലേക്ക് എണ്ണ പകർന്നുകൊണ്ട്, പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ട് അവൻ രക്ഷപ്പെടും. കരിന്തിരി കത്തുന്ന ജീവിതത്തിലേക്ക് ആത്മാവ് എണ്ണയായിട്ട്, കാറ്റായിട്ട്, വെള്ളമായിട്ട് കടന്നു വന്ന് അവൻ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവം ചതഞ്ഞുപോയി എന്ന് കരുതുന്ന ഓരോ മക്കളുടെ ഇടയിലേക്കും, നിങ്ങൾ ചതഞ്ഞിട്ടുണ്ട്, സത്യമാണ്, പക്ഷേ ആത്മാവ് വന്ന് നിങ്ങൾക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തരുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ന്യായവിധി എന്താണ്? അതായത് തെറ്റിന് ശിക്ഷ കൊടുക്കുന്നതല്ല ആധ്യാത്മികതയിലുള്ളത്. തെറ്റ് ചെയ്തവനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന് കർത്താവിന്റെ ജീവനിലേക്ക്, കർത്താവിന്റെ വചനത്തിലേക്ക്, കർത്താവിന്റെ സംസ്കാരത്തിലേക്ക് ഉയർത്തുന്നതാണ് കർത്താവിന്റെ ന്യായവിധി. ആ ന്യായവിധി നടക്കുന്നത് പന്തക്കോസ്ത ദിനത്തിലൂടെയാണെന്നാണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മളോട് പറയുന്നത്. 8-ാമത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു തരുന്നത് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആംബ്രോസ് പുണ്യവാന. അദ്ദേഹത്തിന്റെ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ വായിക്കുമ്പോൾ നമുക്ക് വലിയൊരു അനുഭവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കാണുകയാണ്, ഈശോ കുരിശിൽ കിടക്കുകയാണ്. ഈ കുരിശിൽ കിടക്കുന്ന അവസരത്തിൽ പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ഈ രക്തത്തെ സൂചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. സീറോ മലബാർ കുർബാനയിൽ കാസ ഒരുക്കുമ്പോൾ വീഞ്ഞൊഴിച്ച ശേഷം ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ആ വെള്ളത്തിലേക്ക്, ആ വീഞ്ഞിലേക്ക് 1 തുള്ളി വെള്ളം, 2 തുള്ളി വെള്ളം, ഒരു ചെറിയ അംശം വീഞ്ഞേ ഉള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ ആത്മാവ് വെള്ളമായി കടന്നു വന്ന് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു. ആ ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നതെന്നാണ് വിശുദ്ധ ആംബ്രോസ് പിതാവ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന തൻ്റെ ആ പുസ്തകത്തിൽ നമ്മളോട് പറയുന്നത്. 9, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. 20-ാം അധ്യായത്തിൽ 22-ാം വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവർ പ്രാർത്ഥനയില്, കൂട്ടായ്മയില്, പ്രബോധനത്തില് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് അവര് സ്തുതികൾ അർപ്പിച്ചു, കീർത്തനങ്ങൾ ആലപിച്ചു. സ്തുതി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. 150 സങ്കീർത്തനങ്ങൾ ഉള്ളതിൽ അവസാനത്തെ സങ്കീർത്തനങ്ങള് സ്തുതിയുടെ സങ്കീർത്തനങ്ങളാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരവുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും നമ്മിൽ നിറഞ്ഞൊഴുകും. സഹോദരങ്ങളെ, ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഇടപെടലുണ്ടായി സൗഖ്യം പ്രാപിച്ചിട്ടുള്ള എത്രയോ മനുഷ്യരെയാണ് എൻ്റെ ഈ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവർ സന്തോഷത്തോടെ പോയി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലിയ പ്രാർത്ഥനകളിലും ആത്മാവിൻ്റെ അഭിഷേകത്തിലും വചന ശുശ്രൂഷയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരും. ആ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കാൻ. ആ ആത്മാവ് പന്തക്കോസ്ത ദിനത്തിൽ വന്നു. യോഹന്നാൻ സുവിശേഷകൻ അവസാനമായിട്ട് 20-ാം അധ്യായത്തിൽ 22-ാം വചനത്തിൽ പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്.
ഈ അവസരത്തിൽ നിങ്ങളുടെ കരങ്ങൾ കൂട്ടിപ്പിടിക്കാവുന്ന സമയമാണെങ്കിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് പങ്കെടുക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് സൃഷ്ടി നടത്തുമ്പോൾ ബർഷിത് ഖാറ എലോഹിം ക്രിയേറ്റഡ്, ബർഷിത് ഖാറ എലോഹിം, ഇൻ ദ ബിഗിനിങ് എലോഹിം ലോർഡ് ക്രിയേറ്റഡ്. ദൈവമേ, ക്രിയേറ്റ് ചെയ്ത, ഉത്ഭവിച്ച, മെനഞ്ഞെടുത്ത മനുഷ്യര് അങ്ങയുടെ മുമ്പിൽ അണഞ്ഞിരിക്കുന്നു. ആദത്തെയും ഹവ്വായെയും അങ്ങ് സൃഷ്ടിക്കുമ്പോൾ ജീവശ്വാസം അങ്ങ് നൽകിയല്ലോ. ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവമേ മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ. ആ മനുഷ്യനേക്ക് ജീവനായിട്ട് ജീവശ്വാസമാണല്ലോ അങ്ങ് നൽകിയത്. കാലത്തിൻ്റെ പൂർത്തിയിൽ യേശുവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയച്ചല്ലോ. ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് പറഞ്ഞല്ലോ മറിയത്തോട്, യേശുവിൻ്റെ അമ്മയാകുവാൻ സമ്മതമാണോ? ഇതെങ്ങനെ നടക്കുമെന്ന് മറിയം ചോദിച്ചല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിഴലിക്കും, ജനിക്കാൻ പോകുന്നവൻ എമ്മാനുവേൽ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമേ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മക്കളില്ലാത്ത പല മക്കളിലേക്കും പല സ്ത്രീകളിലേക്കും ആത്മാവിനെ നൽകുന്നതായി എൻ്റെ മനസ്സിൽ തോന്നുന്നതിന് നന്ദി പറയുന്നു. ആത്മാവ് കടന്നു വരുമ്പോൾ മനുഷ്യന് എന്ത് കുറവുണ്ടെങ്കിലും ആ കുറവുകളെ പരിഹരിക്കുന്ന പരിശുദ്ധാത്മാവേ, ദ ഹോളി സ്പിരിറ്റ്, ഈ വചനം കേൾക്കുന്ന മക്കളിലേക്ക് അങ്ങ് കടന്നു വരണമേ. രോഗികളായ മക്കളെ സ്പർശിക്കണമേ, അരുവിയുടെ നിറവിലേക്ക് കൊണ്ടുവരണമേ. പത്രോസും യോഹന്നാനും ഒരുമിച്ച് ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ജന്മനാ മുടന്തനായ മനുഷ്യനോട് പറഞ്ഞല്ലോ, പൊന്നോ വെള്ളിയോ എൻ്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ദൈവമേ, അങ്ങയുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നടക്കുവാൻ ജന്മന രോഗാവസ്ഥയുള്ള കുഞ്ഞുങ്ങളെയും വ്യക്തികളെയും ഇടയാക്കണമേ. ജന്മനാ കുറവുകളുള്ള വ്യക്തികളിലേക്ക് ആത്മാവ് കടന്നു വന്ന് സൗഖ്യം നൽകുന്നതായിട്ട് ഞങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്നവരെയും ഇത് പങ്കുവയ്ക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആത്മാവ് കടന്നു ചെന്ന് ശക്തമായ അഭിഷേകം നൽകുന്നതിന് നന്ദി പറയുന്നു. നീ എന്റേതാണ്, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ഇത് എൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള, ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള 4ാമത്തെ ഭാഗമാണ്. ഞായറാഴ്ച പ്രസംഗത്തിനായിട്ട് ഒരുങ്ങി തുടങ്ങിയതാണ്. ആത്മാവിനെക്കുറിച്ച് ധാരാളമായി പഠിക്കുകയും വലിയ ബൈബിൾ കൺവെൻഷനൊക്കെ പങ്കെടുക്കുകയും ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കുന്നതല്ലേ. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ എൻ്റെ വചന പ്രഘോഷണങ്ങൾ, എൻ്റെ ഗാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. റൂഹായെ, പരിശുദ്ധ റൂഹായെ ഇവരിൽ നിറയണമേ. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ഫോൺ നമ്പർ 90 74 98 42 24. ആത്മാവിനാൽ എല്ലാവരും നിറയട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആത്മാവ് എല്ലാവരിലും നിറയട്ടെ. പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും.